ന്യൂസ് ഡെസ്കിൽ നിന്ന് നിഷാദ് റാവുത്തർ കൂടി ചേരുകയാണ്. നിഷാദ്, അതൊരു കേവലം ഉപതെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുള്ള പോരാട്ടം. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഇനി അധികം സമയമില്ല. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. അത്തരം ചർച്ചകളിലേക്ക് കടക്കാനുള്ള സമയവുമായിരിക്കുന്നു. ജിൻസി, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഈ എന്നാണോ വിജ്ഞാപനം പുറത്തു വരിക അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ അവർക്ക് അക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരിക്കാം. ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് കൂടുതൽ വലിയ ഉച്ചത്തിൽ കേൾക്കുന്നു, അതാണ് സാധ്യത കൂടുതലും തോന്നുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ VS ജോയ്. അതിനപ്പുറത്തേക്കുള്ള പേരുകളോ തർക്കങ്ങളോ അവരുടെ മുമ്പിലില്ല. വേഗത്തിൽ അതിൽ പരിഹാരം ഉണ്ടാക്കാം. അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ സംസാരത്തിന്റെ ഒരു ടോൺ കേട്ടാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായേക്കും എന്ന് തോന്നുന്നു. എന്തായാലും കോൺഗ്രസ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തണം. നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന നില ഇല്ല. ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതാണ്. നേരത്തെ VD സതീശൻ പറഞ്ഞ ഉറപ്പ് പ്രകാരമാണെങ്കിൽ എന്നാണോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ്. അങ്ങനെ നോക്കാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നേരത്തെ ജിൻസി ചൂണ്ടിക്കാണിച്ചു. സൈഫ് അത് തന്നെയാണ് പറഞ്ഞത്. പിണറായി വിജയൻ സർക്കാർ രണ്ടാമത്തെ സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭമാണ്. എല്ലാ വെല്ലുവിളികളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് എല്ലാ എതിർ ശബ്ദങ്ങളെയും മറികടന്നുകൊണ്ട് ഈ സർക്കാർ വാഗ്ദാനം പാലിക്കുകയും വിജയിക്കുകയും ചെയ്തതിൻ്റെ ശുഭമുഹൂർത്തമെന്നാണ് പിണറായി വിജയൻ ഈ സർക്കാരിൻ്റെ വാർഷികാഘോഷത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം. എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങളാകമാനം ഈ ഭരണത്തിൽ സന്തോഷിക്കുകയും എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ഒരു ഭരണം തുടരുകയും ചെയ്യുന്നു. സർക്കാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്താൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പ് ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇതിന് മുൻപ് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അത് പക്ഷേ UDF-ന്റെ കുത്തക മണ്ഡലമാണ്. അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഒരു പൂർണ്ണ സ്വഭാവത്തിൽ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായി എടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പ്രയാസമായിരുന്നു. അല്ലെങ്കിൽ ഇതിന് തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, അതും UDF-ന്റെ കുത്തക മണ്ഡലം. അവിടെ നടന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ സവിശേഷമായ പ്രാധാന്യം നിലമ്പൂരിനുണ്ട് എന്ന് എടുത്തു പറയാം. കാരണം നിലമ്പൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ 2 തവണ PV അൻവർ വിജയിച്ച മണ്ഡലമാണ്. അവിടെ ആ സീറ്റ് നിലനിർത്തുക എന്ന ബാധ്യത ഈ 4ാണ്ടാഘോഷത്തിൻ്റെ സന്ദർഭത്തിൽ എന്തായാലും LDF-ന് മുമ്പിലുണ്ട് എന്ന് എടുത്തു കാണേണ്ട കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ഈ ഒരു തുടർഭരണത്തിൻ്റെ തൊട്ടുവക്കിൽ നിൽക്കുന്നു ഞങ്ങളെന്നാണ് അവകാശപ്പെടുന്നത് LDF. 4 വർഷം പൂർത്തിയായല്ലോ. അവരെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നടപടികളെ ജനം അംഗീകരിക്കുന്നു എന്നതിന്, സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെല്ലാം ജനം തള്ളിക്കളയുന്നു എന്ന് കാണിക്കുന്നതിന്, അതിനെല്ലാം അപ്പുറം PV അൻവർ ഈ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനങ്ങൾക്ക് സാധുതയില്ല എന്ന് സ്ഥാപിക്കാൻ ഈ വിജയം അനിവാര്യമാണ്. കാരണം ഈ സർക്കാരിൻ്റെ കീഴിലെ ആഭ്യന്തര വകുപ്പ്, ഈ സർക്കാരിൻ്റെ കീഴിലെ പല വകുപ്പുകൾ അവ RSSന്റെ താല്പര്യത്തിനൊപ്പിച്ചാണ് ചലിക്കുന്നത് എന്ന വിമർശനം ഉന്നയിക്കുകയും ആ വിമർശനത്തിന് ഒരു വേള CPIM-നകത്ത് തന്നെ അതിൻ്റെ അണികൾക്കിടയിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടിയത് നാം കണ്ടതാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്ഷേപിക്കുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യേണ്ടിവെന്നാണ് അൻവറിന്. അപ്പോൾ PV അൻവർ ഉയർത്തിയിട്ടുള്ള ആ വിമർശനം ഇപ്പോൾ നിൽക്കുന്നു. ആഭ്യന്തര വകുപ്പ്, പിണറായി വിജയൻ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന വകുപ്പടക്കം വലിയ തോതിൽ സംഘപരിവാറിന് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുതരമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ ഇറങ്ങിപ്പോകുന്നത്. ആ അൻവറിൻ്റെ വിമർശനങ്ങളെ പാർട്ടി സമ്മേളനങ്ങളടക്കം നിശബ്ദമാക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ എന്തുമാത്രം നിശബ്ദമായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നമ്മൾ കണ്ടതാണ്. അവരുടെ ഏറ്റവും വലിയ കുത്തക മണ്ഡലമായ ആലത്തൂരിൽ പോലും നേരിയ ഭൂരിപക്ഷത്തിലെ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ നില ആവർത്തിക്കുമോ? നിലമ്പൂരിൽ വലിയ പരാജയം ഏറ്റുവാങ്ങുമോ? അൻവറിനെ സംബന്ധിച്ച് അഭിമാനകരമായ സംഗതിയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എക്സിസ്റ്റൻസിന്. അതിനപ്പുറം ഈ പിണറായി വിജയന്റെ അഡ്മിനിസ്ട്രേഷന് കീഴിൽ സംഘപരിവാരത്തിന്റെ പിത്തലാട്ടം നടക്കുന്നുവെന്ന്, P. ശശിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെല്ലാം ഇടതുപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഭരണ സമീപനമാണ് എന്ന വിമർശനം അൻവർ ഉന്നയിക്കുമ്പോൾ അതിന് താഴെ ഒപ്പുവെക്കുന്നുണ്ടോ കേരളത്തിലെ അല്ലെങ്കിൽ ഈ നിലമ്പൂരിലെ ജനങ്ങൾ? അതോ അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ തോറ്റുപോയാലും ഒരു നാരോ എഡ്ജിൽ തോറ്റുപോകാൻ കഴിയും വിധത്തിലേക്കുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ LDF-ന് കഴിയുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സ്വഭാവമുള്ള, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പല ഡയമെൻഷൻസ് അന്ത്യം വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. MLA പദവിയൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ അൻവർ ഇഫക്റ്റ് കേരള രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലുള്ള ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മറുവശത്ത് CPM പറയുമ്പോൾ, ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് CPM-ഉം അൻവറും തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറുമോ? UDF ഒരു പ്രധാന കളിക്കാരനാണെങ്കിൽ പോലും ഇടയിൽ ഈ ഒരു പ്രധാന പോരാട്ടം ഇവർ തമ്മിലാകുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അതാണ് പ്രധാന കാര്യം. അൻവറിനെ CPIM-ന് മേലെ നിന്ന് ചിരിക്കാൻ ഉള്ള ഒരു സന്ദർഭം ഒഴിവാക്കി കൊടുക്കുക എന്നതാണ്. അപ്പോൾ അൻവറിനെ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒരു CPM-ന് ഒരു ത്രെട്ട് നിൽക്കുക. CPM-ൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങി, CPIM-നൊപ്പം സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം, അവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. അതോടുകൂടി അദ്ദേഹം ഉയർത്തിയ വാദങ്ങളെയും നിഷ്പ്രഭമാക്കാൻ പാർട്ടിക്കകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻവർ ആദ്യം ഉയർത്തിയ പ്രശ്നങ്ങൾ CPIM-കാർക്കും CPIM സിമ്പതൈസേഴ്സിനും എല്ലാം യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ, മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവിനെതിരെയൊക്കെയുള്ള ആക്ഷേപം അതിൻ്റെ അപ്പുറം കടത്തി കൊണ്ടുപോയതോടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കഴിയാത്ത ഒരു നില CPM-കാർക്ക് തന്നെ വരികയും അദ്ദേഹം ഇറങ്ങിപ്പോവുകയും പിന്നീട് അദ്ദേഹത്തിനെതിരെ പാർട്ടി ആഞ്ഞടിക്കുകയും ചെയ്തു.
എന്ന് മാത്രമല്ല അൻവർ പിന്നെ വേറെ ആരുടെയോ കയ്യിൽ കളിക്കുന്ന ആളാണെന്നൊരു നെറേറ്റീവ് പിണറായി വിജയൻ നേരിട്ട് കൊണ്ടുവന്നു. അദ്ദേഹം കള്ളക്കടത്തുകളുടെ ആളാണെന്ന് കൊണ്ടുവന്നു. അത് വന്നതോടുകൂടി അൻവറിന് അനുകൂലമായി സംസാരിക്കാൻ സമ്മേളനങ്ങളിൽ പോലും CPIM-ന്റെ കോമ്രേഡ്സിന് കഴിയാത്ത നില വന്നു. ആ സമ്മേളനങ്ങളുടെ കാര്യമാണ്, CPM എന്ന പാർട്ടിയുടെ കാര്യമാണ്. അതിനപ്പുറം CPM-ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും സന്ദേഹികളാണ്. അൻവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട അൻവർ ഉന്നയിച്ച പ്രശ്നം ഇപ്പോഴും അജിത് കുമാർ സമ്പൂർണ്ണ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ കരിയറിനകത്ത്, അദ്ദേഹത്തിന്റെ ബുക്കിനകത്ത് ഒരു ചുവന്ന വര പോലും വരാതെ കാത്തുപോരുന്നു പിണറായി വിജയൻ. അദ്ദേഹം RSSകാരെ കണ്ടതിനെ കുറിച്ച് പിണറായി വിജയന് ചോദ്യമില്ല. അദ്ദേഹം പൂരം കലക്കലിൽ അസാധാരണമായി ഇടപെട്ടു എന്ന DGPയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പിണറായി വിജയന് ചോദ്യമില്ല. അദ്ദേഹം റവന്യൂ മന്ത്രി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല പലതവണ, പൂരം കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന മൊഴി വരുമ്പോൾ പിണറായി വിജയന് പ്രശ്നമില്ല. ഇത് കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് താഴെ ജനം എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ അൻവർ ഉയർത്തിയ വിമർശനങ്ങളെ ഞങ്ങൾ നിഷ്പ്രഭമാക്കി. എവിടെ നിഷ്പ്രഭമാക്കി? പാർട്ടിക്കകത്ത്. പാർട്ടിക്ക് പുറത്ത് നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനാ വേദിയായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നു എന്ന പ്രത്യേകതയുണ്ട്. അൻവർ ഒരു ചെറിയ മീനല്ല എന്ന് UDF കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അൻവറുമായിട്ട് അവർ പലതവണ സംസാരിക്കുന്നു, അൻവറുമായിട്ട് സഹകരിച്ചു പോകാനുള്ള തീരുമാനമെടുക്കുന്നു. അൻവറിനോട് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നിട്ട് കൂടി മുസ്ലിം ലീഗും UDF-ന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയായ കോൺഗ്രസും എല്ലാം അൻവറിനെ കുറിച്ച് പുകഴ്വാചകങ്ങൾ ചൊരിയുന്നത് കാണുന്നു. അൻവറും ഒരു കോംപ്രമൈസ് മൂഡിലാണ്. ഞങ്ങളെ ഇപ്പം ഈ TMC-യെ UDF-ൽ എടുത്തിട്ടില്ല എങ്കിൽ പറ്റില്ല എന്നൊക്കെ ആദ്യം പൊസിഷൻ എടുത്തുവെങ്കിലും അങ്ങനെ കഴിയില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശരി, സഹകരിച്ചു പോകാം, ഒരു പരസ്പര ധാരണയിൽ പോകാമെന്ന് അൻവറും തീരുമാനിക്കുകയാണ്. എന്തായാലും ആര് സ്ഥാനാർത്ഥിയായാലും, തുടക്കത്തിൽ അൻവർ സ്ഥാനാർത്ഥി ആരാകണമെന്നൊരു ഡിമാൻഡ് പോലും വെച്ചു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. ജോയി ആണെങ്കിൽ നന്നായിരിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. അന്നത് പറയാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പല കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ പൊസിഷനിൽ പൂർണ്ണമായും നിൽക്കുന്നുവെന്ന് തോന്നുന്നില്ല. ആരായാലും സമ്പൂർണ്ണമായും പിന്തുണയ്ക്കുകയും വലിയ വിജയം ഉറപ്പാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. ഓൾറെഡി അദ്ദേഹം പണിയെടുക്കുന്ന നമ്മൾ കാണുന്നു, പഞ്ചായത്തുകളിലെ ഭരണം വീഴ്ത്തുന്നത് കാണുന്നു. സോ അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ച് ഈ അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി, നിലമ്പൂരിലേക്ക് ഒരു അദ്ദേഹത്തിന്റെ സാധ്യതയെ UDF-ഉം തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും അതിശക്തമായ പോരാട്ടം സംഭവിക്കാൻ പോകുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം പല പഞ്ചായത്തുകൾ പിടിച്ചുകൊണ്ട് തന്നെ ഗുണകരമായ ഒരു നിലപാടാണ് എടുത്തത്. അപ്പോൾ തന്നെ നിഷാദ്, നമുക്കറിയാം, നമ്മൾ UDF-നകത്ത് നടക്കുന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അപ് ടു ഡേറ്റ് ആണ്. കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. VS ജോയി ആണോ, ആര്യാടൻ ഷൗക്കത്താണോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു തീരുമാനമേ വരേണ്ടതുള്ളൂ. മറിച്ച് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം CPM-ൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരുന്നില്ല. പാലക്കാടൊക്കെ അവർ സ്വീകരിച്ച നിലപാട് കൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക, അതിനിടയിൽ ഇവിടെ ഉടലെടുക്കുന്ന പടലപ്പിണക്കങ്ങളിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക, അത്തരം ശ്രമങ്ങളിലേക്ക്, അത് പാലക്കാട് വലിയ വിമർശിക്കപ്പെട്ട ശ്രമങ്ങൾ കൂടിയായിരുന്നു. അപ്പോൾ അത്തരം നീക്കങ്ങളിലേക്ക് നിലമ്പൂരിലും CPM അടക്കമുള്ള കക്ഷികൾ കടക്കാനുള്ള സാധ്യത എത്രത്തോളം നമ്മൾ മുൻകൂട്ടി നോക്കൂ. നിലമ്പൂർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിലമ്പൂർ CPIM-ന്റെ ഒരു ഉരുക്കുകോട്ടയായിട്ടുള്ള മണ്ഡലമല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം. പല മണ്ഡലങ്ങളിലും CPIM ചെയ്യുന്നത് അങ്ങനെയാണ്. സ്ഥാനാർത്ഥി അവർ നേരത്തെ തീരുമാനിക്കും. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പൊന്നും വരണമെന്നില്ല, അടുത്ത തവണ ഇവിടെ ആര് മത്സരിക്കണമെന്ന് തീരുമാനിച്ച് അവിടെ പോയി വർക്ക് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന, അങ്ങനെ പ്ലാൻഡായി മൂവ് ചെയ്യുന്ന പാർട്ടിയാണ് CPIM. പക്ഷേ നിലമ്പൂരിന്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനിക്കുന്നതിന് പ്രശ്നമുണ്ട്. അതത് സന്ദർഭത്തിലെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി എങ്ങനെ വിജയിക്കാം, അതിന് എന്തൊക്കെ തരത്തിലുള്ള അടവ് നയങ്ങൾ എടുക്കാം, ടാക്ടിക്സ് എടുക്കാം എന്നത് പയറ്റുന്ന മണ്ഡലങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽപ്പെട്ട ഒന്നാണ് നിലമ്പൂർ. അങ്ങനെ സ്ഥാനാർത്ഥിയാക്കപ്പെട്ട ആളുമാണ് PV അൻവർ. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം CPIM-മായി ബന്ധപ്പെട്ടതല്ല, കോൺഗ്രസ് പശ്ചാത്തലമാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഒരു സന്ദർഭത്തിൽ അൻവറിനെ പ്രയോജനപ്പെടുത്തുക എന്ന് തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് മലബാറിലെ മിക്ക മണ്ഡലങ്ങളും CPIM-ന്റെ ഒരു സ്ട്രാറ്റജി അതാണ്. അവർ പയറ്റി നോക്കണം. അല്ലാതെ ഹാർഡ് കോർ CPIM-മാരായ ആളുകളെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് പോരുക എന്ന് പറയുന്ന മറ്റു പല ഏതെങ്കിലും പാർട്ടി സ്ട്രോങ് ഹോൾഡിൽ എടുക്കുന്ന പോലത്തെ ഒരു തീരുമാനമല്ല ഇവിടെ എടുക്കുക. അപ്പോൾ ഇവിടെയും നേരത്തെ ജിൽസി ചൂണ്ടിക്കാണിച്ച പോലെ UDF ആരെയാണ് തീരുമാനിക്കാൻ പോകുന്നത്. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം അതിനകത്തുണ്ടാകുന്ന രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങളും അതൃപ്തികളും ഉണ്ടോ, അതിൻ്റെ സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുത്താം. അവരുടെ മതജാതി സമവാക്യം UDF എങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ ഇപ്പുറത്ത് കൗണ്ടർ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും, കൗണ്ടർ സ്ട്രാറ്റജി എങ്ങനെ എടുക്കാൻ പറ്റും, ഇങ്ങനെ പല കാര്യങ്ങളും ഒരുപക്ഷെ CPIM-നെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരിക്കും. അതുകൊണ്ട് UDF അവരുടെ സ്ഥാനാർത്ഥിയെ വേഗം തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരർത്ഥത്തിൽ CPIM-നെ സംബന്ധിച്ച് നല്ല കാര്യം. അവർക്ക് അതിനുശേഷം അവരുടെ തീരുമാനം എടുക്കാൻ കഴിയും. എന്തായാലും ഒരു കൃത്യമായ പേരുകളിലേക്ക് LDF എത്തിയോ നമുക്കറിയില്ല. പല പേരുകൾ LDF-ൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏറ്റവും അവസാനം M സ്വരാജിന്റെ പേരടക്കം കേട്ടു. എന്തായാലും അവിടെ തീരുമാനിക്കാൻ പോകുന്നത് ആരുടെ പേരായിരിക്കുമെന്ന് അറിയണമെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നേരത്തെ ജിൽസി പറഞ്ഞ പോലെ UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം കൂടി പൂർത്തിയാകണമായിരിക്കും. നിർണയം പൂർത്തിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ ആ പേര് പുറത്തുവിട്ടേക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആ കാര്യത്തിലെല്ലാം ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിനെ കൂടി മുൻനിർത്തിയായിരിക്കും ഒരുപക്ഷെ ലെഫ്റ്റിന്റെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സൈഫിനൊക്കെ ആ കാര്യത്തിൽ കുറച്ചൊരു അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും തോന്നുന്നു. സൈഫ് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ സൈഫ് എന്താണ് LDF ക്യാമ്പയിൻ നമ്മളിപ്പോൾ കേൾക്കുന്നത്?